മനുഷ്യന്റെ ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ 2 കോടി ഉപകരണങ്ങളുണ്ട്. ഈ 2 കോടി ഉപകരണങ്ങൾ ഓരോ മനുഷ്യന്റെയും കണ്ണിൽ വെച്ച് അവന്റെ കാഴ്ചക്ക് ക്രമം കൊടുക്കുന്ന ആ റബ്ബ്, അവന് നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ? ആ റബ്ബിന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസകരമാണോ? അങ്ങനെ പുനഃസൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ റബ്ബ്, അവനിലല്ലേ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, എനിക്ക് ഏൽപ്പിക്കാനുള്ളതെല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ റബ്ബിനോടുള്ള സംഭാഷണങ്ങൾ നടത്താൻ യഥാർത്ഥത്തിൽ സാധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുന്നുണ്ടാകും. ഒരു വ്യക്തിക്ക് 3 രീതിയിലാണ് പടച്ചോൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക. നമ്മുടെ കുട്ടികൾ ലിബറലുകളുടെ അജണ്ടക്ക് വശംവദരായി പോകുമ്പോൾ സുജൂദിൽ കിടന്ന് നിറക്കണ്ണുകളോടെ പ്രാർത്ഥിക്കുകയും അവരെ ബോധവൽക്കരിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്തോളൂ. അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ അള്ളാഹു ആ പ്രാർത്ഥന അപ്പൊ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് പകരം അത് തന്നില്ലെങ്കിൽ വേറെ ഒന്ന് തരും. ക്യാൻസർ മാറിയില്ല, പക്ഷേ ആ ക്യാൻസറിന്റെ വേദനക്ക് പടച്ചോൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇനി അതുണ്ടായില്ല, വേദനിച്ച് വേദനിച്ച് മരിച്ചു, എന്നാലും ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടില്ല. നാളെ പരലോകത്ത് അത് ഒരു അമലായി മീസാനിൽ കനം തൂങ്ങുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഉന്നതിയും ഉയരവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയുമൊക്കെ നൽകിയതുപോലെ, മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയും നൽകിയതുപോലെ നിങ്ങൾക്കും അതിജീവനത്തിന്റെ ശക്തി നൽകും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ആരാധിക്കണം, അവനിൽ പങ്കു ചേർക്കരുത് എന്ന, നിങ്ങൾക്ക് നിർഭയത്വം ലഭിക്കുമെന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.